ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നൊരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് വന്നത്. ഞാൻ നൈറ്റ് ടൈമിൽ ഇപ്പോൾ സ്കിൻ കെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഞാൻ എങ്ങനെ സ്കിൻ കെയറിലോട്ട് വന്നു എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഞാൻ മേക്കപ്പ് എന്ന് വെച്ചാൽ മേക്കപ്പ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പല പ്രോഡക്ട്സിൻ്റെ ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ മേക്കപ്പ് ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ 7ാം ക്ലാസ് മുതൽ ലിപ്സ്റ്റിക് ഇടാണ്ട് ഞാൻ പുറത്തിറങ്ങുന്നത് ഭയങ്കര കുറവാണ്. അപ്പം മേക്കപ്പ് ഞാൻ ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ലിപ്സ്റ്റിക്കിന് മാത്രമല്ല പല സാധനങ്ങളും ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്കിൻ കെയർ ഞാൻ ഇപ്പോൾ ഒരു 5 months ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പം എനിക്കറിയുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം ഞാൻ എങ്ങനെ സ്കിൻ കെയറിലോട്ട് വന്നു പറഞ്ഞുതരാം. അതിൻ്റെ സ്കിൻ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നത് ഒരു കോമ്പിനേഷൻ സ്കിന്നാന്ന് തോന്നുന്നു. കാരണം എനിക്ക് ഇവിടെ പല സമയത്തും എനിക്ക് ഓയിലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരു വെള്ളം ഇങ്ങനെ ഒരു ഇതായിട്ട് എനിക്ക് വരാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഡ്രൈയും ഇവിടെ ഓയിലും ഒരു കോമ്പിനേഷൻ സ്കിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ സ്കിൻ കെയറിലോട്ട് വരാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ യൂട്യൂബ് കാണുമ്പം എനിക്കിഷ്ടമുള്ള കുറേ ഇങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഇതിലൊക്കെ കാണുമ്പോൾ ഓരോ സിറത്തിൻ്റെ വീഡിയോയും അതും ഇതും ഒക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു സിറം വാങ്ങിച്ച് നോക്കാം. എനിക്കത് അറിയില്ല. അപ്പോൾ ഞാൻ കുറേ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ നൈസിൻമേഡ് വാങ്ങിക്കാം, എനിക്കതായിരിക്കും വേണ്ടത് എന്നുള്ള രീതിയിൽ ഞാൻ നൈസിൻമേഡ് വാങ്ങി തേച്ചപ്പം എനിക്ക് ഭയങ്കര ഡിഫറൻസ് തോന്നി. ഞാൻ പ്ലമ്മിൻ്റെ നൈസിൻമേഡ് ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വാങ്ങി തേച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഗ്ലോയും എനിക്ക് ഭയങ്കര ഡിഫറൻസ് തോന്നി. ഞാൻ ആ സമയത്ത് ക്ലാസ്സിൽ പോകുന്നുണ്ടായിരുന്നു. ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നല്ല ഗ്ലോ ഉണ്ട്, മീൻസ് പണ്ടത്തേനെക്കാട്ടും ഒരു വ്യത്യാസമുണ്ട്, ഒരു ഗ്ലോ വന്നിട്ടുണ്ട്. അത് അവരെല്ലാവരും പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു ഇതുണ്ടെന്ന് എനിക്കും തോന്നി. അങ്ങനെ ഞാനത് ആ ബോട്ടിൽ തീരുന്ന വരെ ഞാൻ ഉപയോഗിച്ചു. അത് 15 ml ബോട്ടിലായിരുന്നു. അത് ഞാൻ തീരുന്ന വരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനത് നിർത്തി. കാരണം ആ ബോട്ടിൽ അത്രയൊന്നും ഇല്ല, ഒരു 20-25 ദിവസം യൂസ് ചെയ്യാൻ ഉള്ളതേ ഉള്ളൂ ആ സിറത്തിൻ്റെ അകത്ത്. അപ്പം ഞാൻ ആ ബോട്ടിൽ തീർന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇനി വേണ്ട, അത് ഉപയോഗിച്ച് കഴിഞ്ഞു. അങ്ങനെ ഞാൻ വിട്ടതായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചൊരു 2 or 3 weeks കഴിഞ്ഞപ്പം എനിക്ക് ഈ ഭാഗത്ത് റെഡ് കളർ ബ്ലെമിഷേഴ്സ് ഇങ്ങനെ വന്നു. എനിക്ക് കുരു വരിക എന്ന് വെച്ചാൽ എനിക്ക് 1-2 മാസത്തിൽ വരിക, അല്ലാതെ എനിക്ക് ഓവറായിട്ട് ആക്നെ പോലെ വരിക അങ്ങനെയൊന്നും ദൈവം സഹായിച്ച് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അപ്പം അങ്ങനെ വന്നിട്ടേ ഇല്ല. അപ്പോൾ പെട്ടെന്ന് ഇവിടെ റെഡ് കളർ, ഈ ഭാഗത്ത് മാത്രം റെഡ് കളർ എന്തോ വന്നു. എനിക്കറിയില്ല ഇനിയിപ്പം പില്ലോയിൽ എന്തെങ്കിലും ഡേർട്ട് ഉണ്ടായിട്ടാണോ അല്ലെങ്കിൽ എന്തോ അലർജിയാണോ ഒന്നും എനിക്കറിയില്ല. എന്തുകൊണ്ട് റീസൺ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഒരുമാതിരിയായി. എന്തായാലും സിറം കാരണമല്ല, കാരണം അത് 2-3 weeks ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ സിറം ഒന്നുകൂടി വാങ്ങി തേക്കാം, അപ്പോൾ പോയാലോ എന്നുള്ളൊരു രീതിയിൽ ഞാൻ സിറം പിന്നെയും വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിച്ചൊരു 2-3 days യൂസ് ചെയ്തപ്പം ആ ബ്ലെമിഷസ് പെട്ടെന്ന് തന്നെ ഫെയ്ഡ് ആവാൻ തുടങ്ങി. പെട്ടെന്ന് പോയിന്നല്ല, പെട്ടെന്ന് ഫെയ്ഡ് ആവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇറ്റ്സ് ഗുഡ് എന്നുള്ളൊരു രീതി എനിക്ക് തോന്നി. ഐ മീൻ സ്കിൻ കെയറിൽ പൈസ ചിലവാക്കുന്നത് കുഴപ്പമില്ല എന്നുള്ളൊരു രീതി എനിക്ക് തോന്നി. കാരണം മേക്കപ്പിന് ഞാൻ കുറേ ചിലവാക്കിയിട്ട്, അപ്പോൾ സ്കിൻ കെയറിന് അതായത് നമ്മുടെ സ്കിന്നിന് നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പം ഞാൻ അങ്ങനെ 2-3 പ്രോഡക്റ്റ്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങി. അങ്ങനെ എനിക്കിഷ്ടമായ കുറച്ച് പ്രോഡക്റ്റ്സാണിത്. അപ്പം അതിൽ എനിക്ക് ഇപ്പം ഞാൻ എന്നും നൈറ്റ് ചെയ്തിട്ടാണ് കിടന്നുറങ്ങാറ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഞാൻ നൈറ്റ് ചെയ്യുന്നത്. പിന്നെ നൈറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പം മോർണിംഗ് സ്കിൻ കെയറും ഉണ്ട് നൈറ്റും ഉണ്ട്. പക്ഷേ ഞാൻ മിക്കതും നൈറ്റാണ് ചെയ്യുന്നത്. കാരണം അതിൽ നൈറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അബ്സോർബ് ചെയ്യും നമ്മുടെ മുഖത്ത് തേക്കുന്ന സാധനങ്ങളൊക്കെ. അപ്പോൾ മോർണിംഗ് എണീക്കുമ്പോൾ മോർണിംഗ് ക്ലെൻസർ ഉപയോഗിച്ച് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോ എനിക്ക് മോർണിംഗ് നന്നായിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഞാനിപ്പം ക്ലെൻസർ വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്ത് വന്നതാണ്. ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യാൻ പോവാണ്. അപ്പം ആദ്യം തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പ്ലമ്മിൻ്റെ നൈസിൻമേഡ് സെറാണ്. പ്ലമ്മിൻ്റെ നൈസിൻമേഡ് ടോണറാണ്. ആദ്യം നമ്മൾ ടോണറാണ് അപ്ലൈ ചെയ്യുക. അപ്പം ഇത് അപ്ലൈ ചെയ്യാം. ഇങ്ങനെയാണ് ഇങ്ങനെ തിരിക്കുമ്പം ഓപ്പണായി. ശരി, ഒരു ഗ്യാപ്പ് ഇട്ടുണ്ട്. ഓക്കെ, എത്ര മതി. അത് ജസ്റ്റ് ഒന്ന് മുഖത്തേക്ക് അബ്സോർബ് ആവാനായിട്ട് വെക്കുക. ഡാർക്ക് സർക്കിൾസ് ഇപ്പം എനിക്ക് നല്ല രീതിക്ക് വരുന്നുണ്ട്. ഉറങ്ങാത്തതിൻ്റെയാണ്, അത് മാറ്റണം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ടോണർ. ഇത് കുറേ റിവ്യൂ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. എനിക്കിത് നന്നായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇത് ടോണർ ഇതാണ് ടോണർ, പ്ലമ്മിൻ്റെ നൈസിൻമേഡ് ടോണർ. ഓക്കെ, റൈസ് വാട്ടറുണ്ട് അതാണ്. അപ്പം ഇതെനിക്ക് നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ചില സമയത്ത് ഞാൻ ഈ ടോണർ മാത്രം അടിച്ചിട്ട് ടോണറിൽ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഞാൻ ചിലപ്പോൾ പുറത്തിറങ്ങി പോകലുണ്ട്. കാരണം ടോണർ ഇപ്പം ഞാൻ പഠിച്ചത് ഒരു ലെയറാണ്. അതേപോലെ ഒരു 2-3 ലെയർ അടിക്കുമ്പോൾ സ്കിന്നൊരു ബ്രൈറ്റനായ ഫീല് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ പോയിട്ടുണ്ട്. ഞാൻ 2 ദിവസം മുമ്പൊക്കെ പുറത്ത് പോയപ്പോൾ ഞാൻ അത് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ലിപ്സ്റ്റിക്കും ഞാൻ ആ ടോണർ ഇട്ടിട്ട് ഞാൻ ഇറങ്ങുക ചെയ്തത്.
ഓക്കെ. അപ്പം അങ്ങനെ ടോണർ അപ്ലൈ ചെയ്തു. ടോണർ നമ്മൾ കുറച്ചും കൂടി ലെയറായിട്ട് നമ്മൾ ഇങ്ങനെ സ്പ്രേ ചെയ്താൽ അതിൻ്റേതായ ഗ്ലോ വ്യത്യാസം വരും. രാത്രി ഇതിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഞാനൊരു പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലായിടത്തും ആക്കി കൊടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്നത് രാത്രി നൈസിൻമൈഡ്സിറാണ്. പക്ഷേ പിന്നെ മോർണിംഗ് ആണ് ഞാൻ വൈറ്റമിൻ സി യൂസ് ചെയ്യാറ്. പക്ഷേ ഇന്നെന്താ വെച്ചാൽ ഇന്ന് മോർണിംഗ് എനിക്ക് വൈറ്റമിൻ സി ചെയ്യാൻ പറ്റില്ല. ഐ മീൻ മോർണിംഗ് എനിക്ക് സ്കിൻ കെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. രാവിലെ തന്നെ വേറെ കുറച്ച് തിരക്കായിട്ട് എനിക്ക് വൈറ്റമിൻ സി അപ്ലൈ ചെയ്യാൻ മോർണിംഗത്തെ സ്കിൻ കെയർ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്നാലും ഞാൻ നൈറ്റത്തെ സ്കിൻ കെയർ ചെയ്തിട്ട് ഞാൻ പോകാറുള്ളൂ. പക്ഷെ മോർണിംഗത്തെ ഞാൻ മിക്കപ്പോഴും സ്കിപ്പ് ചെയ്യലുണ്ട്. അപ്പം അപ്പം ഞാനിപ്പം വൈറ്റമിൻ സി നൈസിൻമൈഡ് ഒരുമിച്ച് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഇതായിട്ടൊരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ ചില സിറം നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യുമ്പം അതിൻ്റെതായ കുഴപ്പങ്ങളുണ്ട്. പക്ഷേ വൈറ്റമിൻ സി നൈസിൻമൈഡ് ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ ഇപ്പം വൈറ്റമിൻ സി ആദ്യം അപ്ലൈ ചെയ്യാൻ പോകണം. കുറച്ച് മതി കേട്ടോ. ശരി. കൂട്ടിവെച്ചിട്ട് നോക്കാം ചെയ്യാം. എനിക്ക് പണ്ട് കുരു വന്നതിൻ്റെ ഒരു ഇങ്ങനെ പാടുകളുണ്ട്. പക്ഷെ അതന്നെ നന്നായിട്ട് ഫെയ്ഡ് ആവുന്നുണ്ട് ഇപ്പോൾ ഈ സ്കിൻ കെയർ ചെയ്ത് എനിക്കത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം എല്ലാ ദിവസവും രാത്രി ചെയ്യുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് നല്ല മടിയുള്ള ഒരാളാണ്. എന്നെപ്പോലെ മടിയുള്ള ഒരാൾ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ അപ്പോൾ എനിക്കൊരു തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ചെയ്യില്ല. അത് ജസ്റ്റ് പിടിച്ചോട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് നൈസിൻമൈഡ് തേക്കാം. പിന്നെ ഓക്കെ, ഞാനൊന്ന് പിടിച്ചോട്ടെ. ഇപ്പം എൻ്റെ മുഖം നോക്കിയാൽ ഇപ്പം ഞാൻ നൈറ്റ് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്ര ഒരു ഒരു അത്യാവശ്യം ഇരുട്ടിലാണ് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര ഒരു ഗ്ലോയോ ഒന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്കറിയില്ല. തോന്നുന്നുണ്ടോ? അപ്പം ഇനി നമുക്ക് നൈസിൻമൈഡ് അപ്ലൈ ചെയ്യാം. ഇത് നേരത്തെ ഞാൻ അപ്ലൈ ചെയ്തതും എല്ലാം ഞാൻ ഇപ്പോൾ പ്ലമ്മിൻ്റെ ആണ് കേട്ടോ വാങ്ങിച്ചത്. എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഞാൻ തന്നെ അത് വാങ്ങിച്ചു പോയതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ പ്ലമ്മിൻ്റെ നൈസിൻമൈഡ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു ഇതാണ് തോന്നിയത്. അതിനുശേഷം ഞാൻ എല്ലാം പ്ലമ്മിൻ്റെ ആണ് വാങ്ങിയത്. അപ്പോൾ പ്ലമ്മിൻ്റെ വൈറ്റമിൻ സി ആയിരുന്നു കേട്ടോ ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്തത്. വൈറ്റമിൻ സി 15% സിറാണ്. 15% സിറം. ഇത് 20 ml ബോട്ടിലാണ് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച പോലെ തന്നെ 15 ml നൈസിൻമൈഡ് സിറം 10% ആണ് പ്ലമ്മിൻ്റെ തന്നെ റൈസ് വാട്ടർ ആൻഡ് നൈസിൻമൈഡ്. അപ്പം ഇത് ഭയങ്കര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ട് നിങ്ങൾക്കറിയാലോ. ഇപ്പോൾ വൈറ്റമിൻ സി ഇപ്പോൾ ഞാൻ കുറച്ചായിട്ടുള്ളൂ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. നൈസിൻമൈഡ് ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് ഉപയോഗിക്കുന്നൊരു സാധനമാണ്. വൈറ്റമിൻ സി ഞാൻ ഇപ്പം ജസ്റ്റ് ഈ അടുത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്തൊരു സംഭവമാണ് എൻ്റെ ഈ ഒരു റൂട്ടീനിലോട്ട്. ഇത് ഹൈഷ് മുടി ഞാൻ മുടി മൊത്തത്തിൽ എണ്ണ വെച്ചിട്ടാണ് കെട്ടി വെച്ചത്. അപ്പം ഇതൊരു ഭാര്യയാവുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ നമുക്ക് മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇതെല്ലാവരും ഒരുവിധം യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ തന്നെയാണ്. പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ നോൺ സ്റ്റിക്കി ഫ്രഷ് ഫീലാണ് അത്. ഓക്കെ, അത് കഴിയാനായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇത് കണ്ടിട്ട് ഒരുപാട് കഴിയാനായിട്ട്. അതെ, ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനമാണ്. അതും ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. സിമ്പിളായിട്ട് അത്യാവശ്യം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയൊരു സ്കിൻ കെയർ ആണിത്. നിങ്ങൾ മസാജ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മടിയുള്ള ആളതിനോട് ഞാൻ മസാജ് ചെയ്യാറേയില്ല. അപ്പം അതാണ്, അത് കഴിഞ്ഞു. പിന്നെ ഞാനിപ്പോൾ റീസെൻ്റ്ലി വാങ്ങിച്ചിട്ടുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ വേറെ തന്നെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ലെനേജിൻ്റെ ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആണ്. ഇത് ഞാൻ കുറേ സെലിബ്രിറ്റീസിൻ്റെ കയ്യിൽ കണ്ട് വാങ്ങിച്ചതാണ്. എനിക്കിത് കണ്ടിട്ട് എനിക്കിത് വാങ്ങിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം. എനിക്കങ്ങനെ പല സാധനങ്ങളുണ്ടെങ്കിൽ കുറേ കണ്ടാൽ എനിക്ക് അതിന് വാങ്ങിക്കാൻ പോകും. അങ്ങനെ വാങ്ങിച്ചൊരു ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആണ്.
ഇതിപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഫീൽ ചെയ്തത് നല്ല മോയ്സ്ചറൈസിങ് ആണ്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഇതിൻ്റെ വീഡിയോ വേറെ തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. സോ ഇതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ വീഡിയോ. ഓക്കെ, നമുക്ക് എന്താ ഇപ്പം തോന്നിക്കാം. അപ്പം ഇങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ വീഡിയോ. ഇത്രയും സാധനങ്ങളുള്ള ഒരു സ്കിൻ കെയർ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം അഫോർഡ് ചെയ്യാൻ പറ്റിയത് തന്നെയാണ്. ഇതൊക്കെ ഇത്രയും സാധനം വാങ്ങിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും സ്കിന്നിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. നിങ്ങളതൊരു 2 വീക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യും. സോ ഇതാണ് എൻ്റെ സ്കിൻ കെയർ വീഡിയോ. അപ്പോൾ ഇഷ്ടമായ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഒരു ഇരുട്ട് മീൻസ് എനിക്ക് എടുത്തുതരാനിപ്പം അമ്മ എടുത്തുതരാൻ പറഞ്ഞാൽ ഞാൻ ചിരിച്ചു പോവും. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഷൂട്ട് ചെയ്തത്. അപ്പം ഞാൻ ഇവിടെ വെച്ചപ്പം അത്ര ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇതാണ് എൻ്റെ ലാസ്റ്റത്തത്. ഇതിലിപ്പം എനിക്ക് നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിൻ്റെ റിവ്യൂ ഞാൻ വേറെ തന്നെ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മൾ നൈറ്റ് നമ്മൾ സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം മുഖം ഓയിലായിട്ടാണ് നിൽക്കാറ്. അത് പക്ഷേ കുഴപ്പമില്ല, അങ്ങനെ തന്നെ കിടക്കുക. നമ്മൾ രാത്രി ആ ഒരു ഓയിലി ഫീൽ ഉണ്ടെങ്കിലും മോർണിംഗ് എണീക്കുമ്പോൾ നല്ലൊരു ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു ഫേസ് നമുക്ക് കിട്ടും ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ. സോ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.